ഫ്രണ്ടിൽ നിന്ന് എനിമിയായ ട്രംപിന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. കഴിഞ്ഞ ദിവസം 25% കൂടി അധിക തീരുവ ഇന്ത്യക്ക് മേൽ ചുമത്തി 50% എന്ന ഏറ്റവും ഉയർന്ന തീരുവ ഇന്ത്യക്ക് മേൽ ചുമത്തിയ ട്രംപിന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ തന്നെ ഇന്ത്യ തീരുമാനിച്ചിരിക്കുകയാണ്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള പരമാധികാരം രാജ്യത്തിന് തന്നെയാണെന്നും ആ പരമാധികാരം സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ രാജ്യം മുന്നോട്ട് പോവുകയുള്ളൂ എന്നുമുള്ള ശക്തമായ സന്ദേശമാണ് ട്രംപിന് ഇന്ത്യ നൽകുന്നത്. അത് നേരത്തെ തന്നെ പല ഘട്ടങ്ങളിൽ സൂചിപ്പിച്ചതാണ്. പക്ഷേ ഒരു ഏറ്റുമുട്ടലിലേക്കല്ല, തങ്ങളുടെ അവകാശം സംരക്ഷിച്ചുകൊണ്ട് നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇന്ത്യ തയ്യാറെടുക്കുന്നത്. ഇപ്പോൾ റഷ്യയിൽ സന്ദർശനം നടത്തുകയാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. അവിടെ നിർണായകമായ ചില കൂടിക്കാഴ്ചകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നത് അമേരിക്കയ്ക്കുള്ള ഒരു പ്രധാനപ്പെട്ട സന്ദേശമാണ്. നിങ്ങൾ വ്യാപാരം നിർത്തിക്കൊള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ പണി തരും എന്ന് പറയുന്ന ട്രംപിനോട് ഞങ്ങൾ വ്യാപാരം തുടരണമോ, അത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞങ്ങളുടെ തീരുമാനമാണ്, ഞങ്ങൾ അവിടെ ചർച്ചകൾ നടത്തുമെന്ന ഒരു സന്ദേശം ഇന്ത്യ നൽകുന്നതാണ് ഡോവലിന്റെ സന്ദർശനം. മറ്റൊന്ന്, പ്രധാനമന്ത്രി ഇന്ന് പരോക്ഷമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന സുഹൃത്തിന് നൽകിയിരിക്കുന്ന മറുപടിയാണ്. അത് കർഷകരുടെ താല്പര്യമാണ് രാജ്യത്തിന് ഏറ്റവും പ്രധാനം എന്ന് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഇന്ന് വരുന്നതാണ്. കർഷക താല്പര്യം സംരക്ഷിച്ച് മാത്രമേ രാജ്യത്തിന് മുന്നോട്ട് പോകാനാകൂ എന്ന സന്ദേശം പ്രധാനമന്ത്രി നൽകുകയാണ്. ഏറ്റവും മുൻഗണന കർഷകരുടെ താല്പര്യത്തിനാണ്. കർഷകരുടെയും കന്നുകാലികളെ വളർത്തുന്നവരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും താല്പര്യങ്ങൾക്ക് മുന്നിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ ആകില്ല എന്നതാണ് പ്രധാനമന്ത്രി ഇന്ന് സൂചിപ്പിച്ചത്. ഇത് വലിയ വില നൽകേണ്ടി വന്നേക്കാവുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ വ്യക്തിപരമായി പോലും വില നൽകേണ്ടി വന്നാലും ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും എന്നതാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. മോദി ട്രംപ് എന്ന സുഹൃത്തിന് നൽകുന്ന ആ പരോക്ഷ മറുപടി കേൾക്കാം. हमारे लिए अपने किसानों का हित सर्वोच्च प्राथमिकता है। भारत अपने किसानों के, पशुपालकों के और मछुआरे भाई बहनों के हितों के साथ कभी भी समझौता नहीं करेगा। और मैं जानता हूं व्यक्तिगत रूप से मुझे बहुत बड़ी कीमत चुकानी पड़ेगी, लेकिन मैं इसके लिए तैयार हूं. ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ജന്മശതാബ്ദി ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടാണ് അമേരിക്കയ്ക്കുള്ള പ്രധാനമന്ത്രിയുടെ ഈ പരോക്ഷ മറുപടി വരുന്നത്. കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് മാത്രമേ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നതാണ് പ്രധാനമന്ത്രി നൽകുന്നത്. നമുക്കറിയാം, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വാണിജ്യ കരാർ യാഥാർത്ഥ്യമാകുന്നതിന് ഏറ്റവും വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത് കർഷകരുടെയും ഒപ്പം തന്നെ ക്ഷീരമേഖലയിലേക്കും കടന്നു കയറാനുള്ള അമേരിക്കയുടെ ആഗ്രഹം പൂർണ്ണ രീതിയിൽ സാധ്യമാകാത്തതാണ്. പൂർണ്ണമായ സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നതാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത്. പക്ഷേ കർഷകർക്കും ക്ഷീര ഉൽപാദന മേഖലയിലുള്ള ആളുകൾക്കും തിരിച്ചടിയേൽക്കുന്ന ഒരു നിലപാട് ഇന്ത്യക്ക് സ്വീകരിക്കാനാകില്ല. ആ കടുംപിടുത്തമാണ് വാണിജ്യ കരാർ യാഥാർത്ഥ്യമാകുന്നതിന് പ്രധാന തടസ്സമായി നിൽക്കുന്നത്. അവിടെയാണ് പ്രധാനമന്ത്രി ആവർത്തിച്ച് പറയുന്നത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് മാത്രമേ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന്. അമേരിക്ക ഇന്ത്യയുടെ വലിയ സുഹൃത്താണെന്നും പക്ഷേ അമേരിക്കയ്ക്ക് ഇന്ത്യയുമായി നടത്തുന്ന വ്യാപാരത്തിൽ യാതൊരു നേട്ടവുമില്ല എന്നതാണ് ട്രംപ് ചൂണ്ടിക്കാട്ടുന്നത്. ഞങ്ങൾക്ക് 4550 കോടി രൂപയുടെ വ്യാപാര കമ്മിയാണ് ഇന്ത്യയുമായി കച്ചവടം നടത്തുന്നതിലൂടെ ഉണ്ടാകുന്നതെന്ന് ട്രംപ് പറയുന്നു. അപ്പോൾ ആ നഷ്ടക്കച്ചവടത്തിനില്ല ഞങ്ങൾ ഇന്ത്യയുമായി എന്നതാണ് അമേരിക്ക നൽകുന്ന സന്ദേശം. നിങ്ങൾ തീരുവ ഉയർത്തിയിരിക്കുന്നത് കൊണ്ട് ഞങ്ങളും തീരുവ ഉയർത്തുന്നു എന്നതാണ് ട്രംപ് നൽകിയിരുന്ന സന്ദേശം. പക്ഷേ കഴിഞ്ഞ ദിവസം 50% അത് എത്തിച്ചതോടുകൂടി ഏറ്റവും കൂടുതൽ തീരുവ ചുമത്തിയിരിക്കുന്ന ബ്രസീൽ എന്ന രാഷ്ട്രത്തിനൊപ്പം ഇന്ത്യ എത്തിയിരിക്കുകയാണ്. ഏറ്റവും ഇന്ത്യയുടെ ശത്രുരാഷ്ട്രം, അല്ലെങ്കിൽ ഇന്ത്യ എതിർക്കുന്ന പാകിസ്ഥാന് പോലും 19% തീരുവ ചുമത്തുമ്പോഴാണ് ഇന്ത്യയിൽ നിന്ന് 50% തീരുവ ചുമത്താനുള്ള നീക്കം ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെ ഇതുണ്ടാക്കിയിരിക്കുന്നു. യുക്രൈനിൽ യുദ്ധം ചെയ്യാൻ റഷ്യയ്ക്ക് അവസരമൊരുക്കുന്ന തരത്തിൽ, അവരെ സാമ്പത്തികമായി സഹായിക്കുന്ന തരത്തിൽ അവിടെ നിന്ന് എണ്ണ വാങ്ങുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണമായി ട്രംപ് ഇതിൽ ഉന്നയിക്കുന്നത്. ട്രംപ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് ചൂണ്ടിക്കാട്ടുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വ്യാപാരം നടത്തുന്നതാണ് ഈ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചത് എന്നതാണ് അന്താരാഷ്ട്ര സമൂഹത്തോട് ട്രംപ് വിശദീകരിക്കുന്നത്.
We put a 50% tariff on India on oil. They're the second largest. They're very close to China in terms of the purchase of oil from Russia. But so I don't know if that had anything to do with it. But we've had very productive talks today. Yes, ma'am. If you do reach a deal with Ukraine and Russia, would you drop the additional tariffs on India? Well, we'll determine that later. But right now they're paying a 50% tariff.